ദളിത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ മാർച്ച് നടക്കുകയാണ്. ആനാട്ടെ ബിന്ദുവിന് നീതി തേടിയാണ് പ്രതിഷേധം. വിവരങ്ങളുമായി റിനു ശ്രീധർ നമുക്കൊപ്പം ഉണ്ട്. റിനു ശ്രീധർ, പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു? കേരളത്തിന്റെ പോലീസ് സംവിധാനം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി കിട്ടിയാൽ ആ പരാതിയിൽ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തിയാൽ റിനു ശ്രീധർ കേൾക്കാമെന്ന് കരുതുന്നു. ദളിത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടങ്ങിയില്ലേ അവിടെ? അല്പസമയം മുമ്പാണ് ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് എത്തിയത്. നമുക്കറിയാം, ബിന്ദുവിനെ പേരൂർക്കട പോലീസിൽ വെച്ച പോലീസുകാർ അകാരണമായി ക്രൂരത കാട്ടി എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ കണ്ടത്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം, ഇന്നിപ്പോൾ വനിതാ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം, പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ട്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം ACPയും അതുപോലെ തന്നെ കണ്ടോൺമെന്റ് ACP ഉൾപ്പെടെയുള്ളവർ ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ ദളിത് കോൺഗ്രസിന്റെ മാർച്ച് ഈ സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു തരത്തിലുള്ള സംഘർഷമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കാതെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ദളിത് കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 50ഓളം വരുന്ന പ്രവർത്തകരാണ് ഈ പ്രതിഷേധ മാർച്ചുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള കൊടും ക്രൂരത റിപ്പോർട്ട് TVയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നതും തുടർന്ന് മാധ്യമങ്ങൾ, മുൻനിര മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് ഏറ്റെടുക്കുകയും അതിനുശേഷം SIക്ക് എതിരെ നടപടി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. നിലവിൽ ബിന്ദു ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ മാല മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ പരാതി ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അവരുടെ മകളാണ് ഈ മാല എടുത്തത് എന്നുള്ളൊരു സംശയം കൂടി ഈ ബിന്ദു പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം മാനനഷ്ട കേസിന് കോടതിയെ സമീപിക്കുമെന്നുള്ളൊരു ആവശ്യവും മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി തന്നെ പുറത്തു പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ പോലീസ് മാല മോഷണം പോയത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തിയില്ല എന്നുള്ളൊരു ആരോപണവും ബിന്ദുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലും പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ഇന്നും ഇപ്പോൾ രാവിലെ മുതൽ തന്നെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് പ്രതിഷേധങ്ങൾ എത്തുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയത്. ഓക്കെ, സ്റ്റേഷനിലേക്കുള്ള മാർച്ചിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദളിത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. നിരപരാധിയായ ഒരു ദളിത് സ്ത്രീയെ കള്ളിയാക്കിയ പേരൂർക്കട പോലീസിന്റെ കിരാത പ്രവർത്തനത്തിനെതിരായ പ്രതിഷേധമാണ് അവർ നടത്തുന്നത്.